മറിങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ടാക്സി സ്റ്റാൻഡ് മൈതാനത്ത് പ്രവർത്തിച്ചു വരുന്ന ആയുഷ് ഹോമിയോപ്പതി ആരോഗ്യ കേന്ദ്രത്തിൽ 15 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി. ഗ്രാമപഞ്ചായത്തിന്റെ പ്രോജക്ട് ഫണ്ട്, തനത് ഫണ്ട്, HMC ഫണ്ട്, കേന്ദ്ര ഫണ്ട്, കണ്ടിജൻസി ഫണ്ട് എന്നിവ വിനിയോഗിച്ചാണ് മരുന്ന്, ഇൻവെർട്ടർ, ശീതീകരിച്ച മുറി, CCTV, ഫർണിച്ചറുകൾ, ലാപ്ടോപ്പ്, പ്രിന്റർ, സ്കാനർ, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ വാങ്ങി നൽകിയത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിറേഖ് മാത്യുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി മാനുവൽ ഉദ്ഘാടനം ചെയ്തു. 2013 കുരിനാട്ടിൽ ക്ലിനിക്ക് അനുവദിച്ചപ്പോൾ മൂന്നാമതൊരു ക്ലിനിക്കിന് വേണ്ടി നമ്മൾ തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ അത് പറ്റത്തില്ല എന്ന് പറയുകയും അത് നമ്മൾ നിഷേധിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അന്ന് ജീവിച്ചിരുന്ന ബഹുമാനപ്പെട്ട KM മാണി സാറിൻ്റെ നിരന്തരമായ ഇടപെടൽ മൂലം, ജോസ് കെ മാണിയുടെ ഒക്കെ ഇടപെടൽ മൂലമാണ് നമുക്ക് ഇങ്ങനെയൊരു സെൻറ്റർ കിട്ടിയത്. അതിനെല്ലാവർക്കും ഈ അവസരം നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ധാരാളം ആളുകളാണ് ഈ ക്ലിനിക്കിൽ ഇവിടെ എത്തി മരുന്ന് മേടിക്കുകയും മറ്റ് ചികിത്സ നടത്തുകയും ചെയ്യുന്നത്. അതിന് ബഹുമാനപ്പെട്ട പ്രിയമുള്ള ഡോക്ടറോട് ഈ അവസരം നന്ദി പറയുന്നു. നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടറാണ്. ഇത് നിരവധിയായ ആളുകളാണ് ഈ പഞ്ചായത്തിൽ ഇല്ലാത്ത മറ്റ് പഞ്ചായത്തുകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയും വരും കാലങ്ങളിൽ നമുക്ക് പല സെൻറ്ററുകൾ ഇവിടെ ആരംഭിക്കുവാൻ നമ്മൾ പഞ്ചായത്തിൻ്റെ കമ്മിറ്റിയുടെ തീരുമാനമെടുത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നടപ്പാക്കുവാൻ സാധിക്കാം. 2-3 മാസത്തിനകം നടപ്പാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വാർഡിൻ്റെ മെമ്പർ ലിസ്റ്റ് വെച്ച് ശ്രീകണ്ഠൻ പറഞ്ഞതുപോലെ ഹോമിയോ ആശുപത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മനസ്സിൽ നെഞ്ചേറ്റ് വാങ്ങി അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മനോഹരമായി പ്രവർത്തിച്ച, അത് വിജയപഥത്തിൽ എത്തിക്കുവാൻ വേണ്ടി ആത്മസമർപ്പണത്തോടെ പ്രവർത്തിച്ച ലിസ്റ്റ് ചേച്ചിക്ക് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. വൈസ് പ്രസിഡന്റ് ഉഷ രാജു, സ്ഥിരം സമിതി അംഗം ജാൻസി ടോജോ, മെമ്പർമാരായ സന്തോഷ് കുമാർ MN, നിർമ്മല ദിവാകരൻ, ലിസി ജോർജ്, സലിമോൾ ബെന്നി, ബെനറ്റ് P. മാത്യു, ജോസഫ്, ലിസി ജോയ്, സാബു അഗസ്റ്റിൻ, സെക്രട്ടറി ശ്രീകുമാർ S. കൈമൾ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചിന്തു തോമസ് എന്നിവർ പ്രസംഗിച്ചു.